അത്രയ്ക്കില്ല, എന്നാലും വാച്ചബിൾ ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട് നാടിരസിലെ പറയണ്ടേ? നൈസ് മൂവിയാണ്. ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനാളും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. ലൈക്ക് അതിലെ ആക്ടേഴ്സ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് യെസ്, നമ്മുടെ ന്യൂ ജെന്നിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവിയാണ് അത്. ലൈക്ക് എന്തൊക്കെയാണ് നമ്മുടെ ടീനേജേഴ്സും അതുപോലെ അവരുടെ പാരൻസ് തമ്മിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്തൊക്കെയാണ് ഇഷ്യൂസ്, അത് നല്ല രീതിയിൽ ഓവർകം ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൂവിയാണ്. ഇല്ല അഭിനയിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി അമീൻ റഷീദിൻ്റെ ഫ്രണ്ടാണ്. സോ ഇവിടെ സപ്പോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സൂപ്പർ പടമാണ്. ഇപ്പം പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ നല്ല സൂപ്പർ പടമാണത്. എല്ലാവരും കാണണം. അവർ ഇപ്പോഴത്തെ റെനേഷൻ നല്ല ഇതായി കാണണം. നല്ല പടമാണ്. സൂപ്പർ പടം, എനിക്ക് ഇഷ്ടപ്പെട്ട പടം. നല്ല പടം, നല്ല പടം. ഈ ആക്ടിങ് ഒക്കെ സൂപ്പർ, മ്യൂസിക് സൂപ്പർ, സൂപ്പർ സൂപ്പർ. വളരെ നല്ല മൂവി ആയിരുന്നു. മ്യൂസിക്കെല്ലാം നല്ലതായിരുന്നു. ആൻഡ് ആക്ടിങ് ബേസ് ആണെങ്കിലും എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മൂവി ഇഷ്ടമായി. ഇത് പറയാനായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ മ്യൂസിക് തന്നെയാണ്, നല്ല രീതിയിലാണ്. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്, ഫാമിലി ആയിട്ടും കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. പാരൻസും ചിൽഡ്രൻസും ആയിട്ടുള്ള ഒരു ബോണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സീജ് ബേസ് ചെയ്ത് അത്രയ്ക്കില്ല, എന്നാലും വാച്ചബിൾ ചെയ്യാൻ പറ്റും. മ്യൂസിക് പേഴ്സണലി നല്ല മ്യൂസിക് തന്നെയായിരുന്നു. നല്ല ഈ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. ഒരു മ്യൂസിക്കൽ സിനിമയാണ്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഓൺ മൂവിയാണ്. ഈ ഒരു ജനറേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന പടം. അതല്ല, എല്ലാവരും കാണാൻ നല്ലൊരു സിനിമയാണ്. 7 മ്യൂസിക്കൽ സോങ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് സോങ്സാണ്. ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഹീറോയിൻ്റെ ഫാദറായിട്ടാണ്. ഒരു റിച്ച് മാൻ, ഒരു ടീനേജ് സ്റ്റോറി, ഒരു ടീനേജ് ലവ് സ്റ്റോറിയാണ്. ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സിനിമറ്റോഗ്രാഫിയും അതിൻ്റെ ലൈറ്റ്നിങ്ങൊക്കെ കൊള്ളാം, രസമുണ്ട്. അപ്പം ബാക്കിയൊന്നും പറയുന്നില്ല, എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കാണണമെന്ന് പറയുന്നു. ആ ഡയറക്ടറിൻ്റെ ചട്ടക്കൂടിലാണ് ഏതൊരു ക്യാരക്ടർ, ഏതൊരു അഭിനേതാവും നിൽക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമുക്കൊരു സബ്ജക്റ്റ് ഇപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കെന്നെ കഥാപാത്രം കിട്ടുമ്പോൾ എൻ്റെ രീതിയിൽ എനിക്ക് അത് മോഡ് ചെയ്യാൻ ഞാൻ നോക്കും. കുറേയൊക്കെ ഡയറക്ടർ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന് പക്ക ഒരു ക്യാരക്ടറൈസേഷൻ ഡയറക്ടറിൻ്റെ ഭാഗത്തുണ്ട്. ഒരു നോട്ടം പോലും, നമ്മളെ ഡബ്ബിങ്ങിൻ്റെ മോഡുലേഷൻ എല്ലാം നമ്മളൊരു നടത്തം വരെ എല്ലാം ഡയറക്ടറിൻ്റെ കയ്യിലാണ്. അതാണ് ഇതിനകത്ത് എനിക്ക് അനുഭവം വന്നിട്ടുള്ളത്. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല സ്റ്റോറിയാണ്, നല്ല ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവണം. ഇതിനെ വൻ വിജയമാക്കി മാറ്റണം. അതുമാത്രം. അവിടെ എങ്ങനെയുണ്ട് നാടിരസിലെ പറയണ്ടേ? പുറത്ത് വന്നപ്പോൾ അവർ പറയുന്ന കമൻസ്, ഞങ്ങൾ എന്ത് വിചാരിച്ച് ഏത് ഫീൽ ഓഡിയൻസിന് പോകണം എന്ന് വിചാരിച്ചോ ആ ഫീൽ എത്തിയിട്ടുണ്ട്. അതിൽ നല്ല സന്തോഷമാണ് എനിക്ക്.